നമസ്കാരം. ട്രംപിന്റെ നീക്കങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്തു ചെയ്യാനും ആർക്കെതിരെ പട നയിക്കാനും താൻ തയ്യാറാണെന്ന തരത്തിലേക്ക് ട്രംപ് ഓരോ കാര്യങ്ങളും കൊണ്ടുചെന്നെത്തിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലുപരി ഓരോ രാജ്യങ്ങൾ തമ്മിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്ന തരത്തിലാണ് ട്രംപ് തന്റെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരന്റെ വേഷപ്പകർച്ചയിലേക്ക് ട്രംപ് മാറുമ്പോഴും രക്തക്കൊതി പൂണ്ടിരിക്കുന്ന ചെന്നായയുടെ മുഖം ട്രംപിൽ പ്രകടവുമാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും ഇസ്രായേലിനു വേണ്ടി പിന്തുണ നൽകാനുള്ള ഒരുക്കം കൂട്ടുകയാണ് ട്രംപ്. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ വിടവാങ്ങൽ നടത്തിയ ട്രംപ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനത്തിലേക്ക് അടുത്തിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. എങ്കിലും ട്രംപ് അതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതേസമയം അമേരിക്കൻ യുദ്ധക്കപ്പൽ സമുദ്രത്തിൽ യുദ്ധസമാനമായി നീങ്ങി തുടങ്ങിയെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊക്കെ മൗനമായിരുന്ന ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ നീക്കങ്ങൾ കടുത്ത യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നതാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനെ സൈനികമായി സഹായിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ അമേരിക്കൻ സൈന്യം സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും ഇറാനുമേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഉൾപ്പെട്ടാൽ അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ഭയം മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എല്ലാമുണ്ട്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന സമൂഹ മാധ്യമത്തിലെ ട്രംപിന്റെ ആഹ്വാനവും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അമേരിക്ക സൈനികരെയും യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നാവികസേനയുടെ ഭാഗമായ USS നിമിറ്റ്സ് എന്ന വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ ദിവസം തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് സംഘർഷ മേഖലയിലേക്ക് പുറപ്പെട്ടിരുന്നു. വിയറ്റ്നാമിൽ കപ്പലുകൾക്കുള്ളിൽ നടക്കാനിരുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കിയാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USS നിമിറ്റ്സ് നീങ്ങുന്നത്. 5000 സൈനികരെയും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 60-ലധികം വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിമിറ്റ്സ് US നാവികസേനയുടെ ഏറ്റവും പ്രബലമായ യുദ്ധക്കപ്പലാണ്. ഇതുകൂടാതെ അമേരിക്കയുടെ ക്ഷമ കുറഞ്ഞു വരികയാണ് എന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് ആക്രമിക്കാനുള്ള ശേഷി നിലവിൽ അമേരിക്കയ്ക്കു മാത്രമാണുള്ളത്. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രം ആക്രമിക്കാൻ US-ന്റെ GBU-57 ബോംബിന് കഴിയും. 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബ് ഭൂമിക്കടിയിൽ ആഴത്തിൽ തുളച്ചുകയറി വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കും. അമേരിക്കൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും ഭാരം കൂടിയ ബോംബാണിത് എന്നാണ് കണക്കാക്കുന്നത്. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനം ഉപയോഗിച്ച് മാത്രമേ GBU-57 വീഴ്ത്താൻ കഴിയൂ. നിലവിൽ സംഘർഷ മേഖലയിലേക്ക് B-2 വിമാനങ്ങൾ വിന്യസിച്ചിട്ടില്ല എങ്കിലും ഇതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഇസ്രായേലിനെ US നേരിട്ട് പിന്തുണച്ചാൽ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിന്യസിക്കുന്നത് പരിഗണിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യോമ നാവികസേനകൾ അതീവ ജാഗ്രതയിൽ സംഘർഷ മേഖലയിൽ പെന്റഗൺ വ്യോമ സാന്നിധ്യവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വെളിപ്പെടുത്താത്ത താവളങ്ങളിൽ അമേരിക്ക യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ഇതിനൊപ്പം തന്നെ പുറത്തുവരുന്നു. അമേരിക്കൻ വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിലും അവർ വരുന്ന ഇറാനിയൻ മിസൈലുകൾ പ്രതിരോധിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ ആണെങ്കിലും സഹായത്തിന്റെ പേരിൽ ഇസ്രായേലിന്റെ അധികാരം പിടിച്ചെടുക്കാനാണോ ട്രംപിന്റെ ശ്രമം എന്ന കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും കാണാതെ ട്രംപ് മുന്നിട്ടിറങ്ങില്ല എന്നത് തന്നെയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. ട്രംപ് കൂടുതൽ സഹായ വാഗ്ദാനം ചെയ്താൽ ഇറാൻ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും പ്രബലരായി ഇസ്രായേൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ എന്ന രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും അത് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുക. പ്രത്യക്ഷമായും പരോക്ഷമായും അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ലോക സമാധാനത്തെയും ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.